And although he's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ബോണസ് ഇഷ്യൂവും റൈറ്റ് ഇഷ്യൂവും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ബോണസ് ഇഷ്യൂ നോക്കാം. അപ്പോൾ അതിനെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നോക്കാം എന്താണ് ഒരു ബോണസ് ഷെയർ എന്ന്. സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഷെയറിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയുന്നത്. സാധാരണ നമുക്കൊരു ഷെയർ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കാശ് കൊടുക്കണം അല്ലേ കമ്പനിയിലേക്ക്. അപ്പോൾ കാശില്ലാതെ ഫ്രീ ആയിട്ട് കമ്പനി അവിടുത്തെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, പുറമേയുള്ള ഷെയർ ഹോൾഡേഴ്സിനല്ല, അവിടെ ഓൾറെഡി ഷെയർ വാങ്ങിച്ച ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഷെയർ കൊടുക്കുകയാണ്. അതിനാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കാം, bonus share is a free share issued by a company without any consideration to an existing shareholder. So, in the ratio of number of shares held by that shareholder. ആ shareholder already എത്ര ഷെയർസ് കയ്യിലുണ്ടോ, ആ കമ്പനിയുടെ എത്ര ഷെയർസ് കയ്യിലുണ്ടോ അതിൻ്റെ പ്രൊപ്പോർഷൻ ആയിട്ടാണ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ഷെയർ കയ്യിലുള്ളവർക്ക് ഒരുപാട് ബോണസ് ഷെയർസ് കിട്ടും. ആ രീതിയിലായിരിക്കും അത് ഇഷ്യൂ ചെയ്യുന്നത്. Bonus issue decreases the reserves and surplus and increases the issued capital. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് ഷെയർ നമ്മൾ ചെയ്യുന്നത് അവിടെ കിടക്കുന്ന ഓൾറെഡി ഉള്ള റിസർവ്സും സർപ്ലസ് എടുത്തിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുവാണ്. അപ്പോൾ റിസർവ്സും സർപ്ലസിനെ എടുത്ത് ഷെയർ ആക്കി കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ റിസർവ്സും സർപ്ലസ് അവിടെ കുറയും, പകരം എന്ത് ചെയ്യും? അവിടുത്തെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ബട്ട് ഡസ് നോട്ട് ബ്രിങ് എനി ചേഞ്ച് ഇൻ ക്യാഷ് ഫ്ലോ ആൻഡ് നെറ്റ് വർത്ത് ഓഫ് ദ കമ്പനി. അപ്പോൾ അവിടെ ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നില്ല. സാധാരണ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് ക്യാഷും റിസീവ് ചെയ്യും അല്ലെ ഷെയർ ഹോൾഡേഴ്സിനായിരുന്ന കമ്പനി. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇവിടെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷനേ നടക്കുന്നില്ല, ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യില്ല? ക്യാഷും ഇൻക്രീസ് ചെയ്യില്ല, നെറ്റ് വർത്തും ഇൻക്രീസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നോക്കാം, ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ബൈ എ കമ്പനി ഔട്ട് ഓഫ് ഇറ്റ്സ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ ഇസ് നോൺ ആസ് ബോണസ് ഇഷ്യൂ ഓർ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇപ്പോൾ ബോണസ് ഷെയർ എന്ത് ചെയ്യുക? കമ്പനി അതിൻ്റെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അവിടെ കിടക്കുന്ന ഒരുപാട് പ്രോഫിറ്റും റിസർവ്സും ഒക്കെ ഉണ്ടാവും. ആ റിസർവ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ആക്കി മാറ്റി അവിടെയുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. ഇതിനാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടി പറയും, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ച റിസർവ്സും അതേപോലെ പ്രോഫിറ്റ് ഇറ്റ് സെൽഫ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് ക്യാപിറ്റലാക്കി മാറ്റില്ലേ നമ്മൾ ചെയ്യുന്നത്. പ്രോഫിറ്റിൻ്റെ അടുത്ത് ക്യാപിറ്റലാക്കി മാറ്റുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്രയും ഇപ്പം ബോണസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. പൈസ വാങ്ങിച്ചില്ലെങ്കിലും ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ പ്രോഫിറ്റിനടുത്ത് നമ്മൾ ക്യാപിറ്റലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. Capitalization of profit refers to the process of converting profit or reserves into paid up capital. അപ്പോൾ പ്രോഫിറ്റിനെ റിസർവിനെ എടുത്ത് ക്യാപിറ്റൽ ആക്കുന്നതിനാണ് നമ്മൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എ കമ്പനി മേ ക്യാപിറ്റലൈസ് ഇസ് പ്രോഫിറ്റ് ആൻഡ് റിസർവ് ഇൻ 2 ways. 2 തരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ബൈ വേ ഓഫ് മേക്കിംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആസ് ഫുള്ളി പെയ്ഡ് വിത്തൗട്ട് ഗെറ്റിംഗ് ക്യാഷ് ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പം 10 രൂപയുടെ ഷെയർ ആണ്, 8 രൂപ വരെ വിളിച്ചുള്ളൂ. ബാക്കി 2 രൂപ ഷെയർ ഹോൾഡേഴ്സിന് പറയാം നിങ്ങൾ തരണ്ട, അവരുടെ നിന്ന് ക്യാഷ് ഒന്നും വാങ്ങിക്കാതെ ആ 2 രൂപ നമ്മുടെ റിസർവ്സിൽ നിന്ന് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യും? അത് റിസർവ്സിൽ കിടക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റലായി കൺവേർട്ടായി അല്ലേ. അപ്പം ഫുള്ളി പെയ്ഡപ്പ് അല്ലാത്ത പാർട്ട്ലി പെയ്ഡപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കാം, ഷെയർ ഹോൾഡേഴ്സിനടുത്ത് കോളൊന്നും വിളിക്കാതെ. അതാണ് ഒന്നാമത്തെ വേ. രണ്ടാമത്തെ വേ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് ബൈ ദ ഇഷ്യൂ ഓഫ് ഫ്രീ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അല്ലെങ്കിൽ പുതിയ ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യാം, ബോണസ് ഷെയർസ്. ഇപ്പോൾ 2 രീതിയിൽ അല്ലേ. ഒന്നിക്കൽ പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കി മാറ്റാം പൈസ വാങ്ങിക്കാതെ, അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാതെ പുതിയ ഷെയർസ് തന്നെ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇതിനാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്തിനാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ബോണസ് ഇഷ്യൂ. ഫസ്റ്റ് നോക്കാം, ടു റെഡ്യൂസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പം ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഒരുപാട് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ, ഇപ്പം 5,000 10,000 ഒക്കെയാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. സ്മോൾ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് പർച്ചേസ് ചെയ്യണം, അതേപോലെ അതിൽ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒന്നാമത്തത്. നെക്സ്റ്റ്, ടു ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഇൻ ദ കമ്പനി. ഇപ്പോൾ കമ്പനിയിലെ മെമ്പേഴ്സിനെയും കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ബോണസ് ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന് അറിയാം അവിടെ ഒരുപാട് പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്.
അപ്പോൾ അതിന് വേണ്ടി നെക്സ്റ്റ് ടു ഇൻക്രീസ് ദ ഗുഡ് വിൽ ഓഫ് ദ കമ്പനി. അപ്പോൾ ഒരു കമ്പനി ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് കമ്പനിയുടെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യില്ലേ, അവിടെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ടു അറ്റൈൻ പബ്ലിക് കോൺഫിഡൻസ്. അതേപോലെ തന്നെ അവിടെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പറയുമ്പോൾ പബ്ലിക്കിന് ആ കമ്പനിയിലേക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവും, പറ്റിച്ചിട്ട് പോവില്ല എന്നുള്ളൊരു വിശ്വാസം വരും. നെക്സ്റ്റ് ടു ഇൻക്രീസ് ദ വോള്യൂം ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. പിന്നെ കമ്പനിയുടെ ഈ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റിൻ്റെ അടുത്ത് ക്യാപിറ്റലാക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും ഓട്ടോമാറ്റിക്കലി അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടു ഇൻഡിക്കേറ്റ് ദ പ്രോസ്പെക്ട്സ് ഓഫ് ദ കമ്പനി. അവിടുത്തെ പ്രോസ്പെക്ട്സ് കാണിക്കാൻ വേണ്ടിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള എന്തൊക്കെ കണ്ടീഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അത് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത്. സെക്കൻഡ്, ദ പ്രപ്പോസൽ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ബോണസ് ഇഷ്യൂ ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ദ ജനറൽ ബോഡി മീറ്റിംഗ്. അപ്പോൾ ഈ കാര്യം നമ്മൾ ജനറൽ ബോഡി മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യണം. അതിനുശേഷം അതെന്ത് ചെയ്യണം, അത് അപ്രൂവ് ചെയ്യാൻ വേണം. അതിന് മെമ്പേഴ്സൊക്കെ അത് അപ്രൂവ് ചെയ്യാൻ വേണം. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഒന്നാമത് നമ്മൾ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ അത് പറഞ്ഞിട്ടുണ്ടാവണം, അത് ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്തിരിക്കണം. രണ്ടാമത് ഇത് നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ വെച്ച് അത് അവിടുന്ന് അപ്രൂവൽ കിട്ടണം. നെക്സ്റ്റ്, ദ കമ്പനി ഷുഡ് ഹാവ് ആഡിക്വേറ്റ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ് ടു പെർമിറ്റ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഇപ്പോൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള അത്രയും നമ്മുടെ കയ്യിൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, പ്രോഫിറ്റും റിസർവും. അപ്പോൾ ഈ പ്രോഫിറ്റ് റിസർവ് എന്ന് പറയുമ്പം എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഔട്ട് ഓഫ് എന്തിനൊക്കെ നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. എന്താണ് നമുക്ക് വേണ്ടത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി? ഒന്നാമത്തെ പ്രോഫിറ്റ് ഓഫ് ദ കറന്റ് ഇയർ ആൻഡ് പ്രോഫിറ്റ് ക്യാരിഡ് ഫോർവേഡ് ഫ്രം പ്രീവിയസ് ഇയർ. നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് എടുക്കാം, അതുപോലെ പ്രീവിയസ് ഇയേഴ്സിലുള്ള പ്രോഫിറ്റ് ക്യാരി ഫോർവേഡ് ചെയ്തതുണ്ടെങ്കിൽ അതെടുക്കാം. നെക്സ്റ്റ്, ജനറൽ റിസർവ് ഓർ റിസർവ് ഫണ്ട്. ജനറൽ റിസർവ് എടുക്കാം അല്ലെങ്കിൽ റിസർവ് ഫണ്ട്. Third, other reserves created out of profits such as dividend equalization fund, accident compensation fund, insurance fund, etc. ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന വേറെ റിസർവ്സ് ഒക്കെ എടുക്കാം. ഏതൊക്കെ എടുക്കാം? ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്, ഇതുപോലെയുള്ള നമ്മുടെ റിസർവ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ബാലൻസ് സ്റ്റാൻഡിംഗ് ടു ദ ക്രെഡിറ്റ് ഓഫ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്നും പറയാം. ഇത് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് റിഡീം ചെയ്തതിന് ശേഷം അതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇത്രയും നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് മാറ്റുന്നതെന്ന് പറഞ്ഞു. ഇതുകൂടാതെ നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി യൂസ് ചെയ്യാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ, എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ നടക്കുന്നതിന് മുന്നേ ഉണ്ടായ പ്രോഫിറ്റ്, അതാണ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്, ശരിക്കും കമ്പനിയുടെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ച പൈസയല്ല, പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓൺ എക്വിസിഷൻ ഓഫ് ബിസിനസ്. വേറൊരു ബിസിനസ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ്. നെക്സ്റ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഇതൊക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെച്ചതല്ലാതെ, കമ്പനിയുടെ നോർമൽ പ്രൊസീഡ്സിന് മാറ്റി വെച്ചതല്ലാത്ത പ്രോഫിറ്റ്. ഇപ്പം ഫിക്സഡ് അസറ്റ്സ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവാം. പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പ്രീമിയം കിട്ടിയെന്ന് വരാം. പ്രോഫിറ്റ്സ് ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടായിന്ന് വരാം. പ്രോഫിറ്റ് മെയ്ഡ് ഓൺ റീ ഇഷ്യൂ ആൻഡ് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. ഇപ്പോൾ ഫോർഫീറ്റഡ് ഷെയർസിനെ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ്. നെക്സ്റ്റ്, ക്യാപിറ്റൽ റിസർവിൽ എന്തെങ്കിലും കിടപ്പുണ്ട് അത് യൂസ് ചെയ്യാം. സെക്യൂരിറ്റി പ്രീമിയം, ഷെയർ പ്രീമിയം ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ റിഡീം ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ആ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും സീക്രട്ട് റിസർവ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഇതൊക്കെ വെച്ച് നമ്മുടെ കയ്യിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള പൈസ ഉണ്ടായിരിക്കണം. പക്ഷെ പൈസ അല്ല, അത്രയും ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്യണം. രണ്ടാമത് നമ്മുടെ മെമ്പേഴ്സൊക്കെ അപ്രൂവ് ചെയ്യണം ജനറൽ ബോഡി മീറ്റിംഗിൽ. മൂന്നാമത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള റിസർവ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊക്കെ റിസർവ്സ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മളോട് പറയുന്ന ഫോർത്ത് പോയിന്റ്, ദ ബോണസ് ഇഷ്യൂ ഷുഡ് ബി
should satisfy the guidelines issued by SEBI. സെബിയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് പറയാം. അപ്പം ഗൈഡ് ലൈൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഗൈഡ് ലൈൻസിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആസ് പെർ സെബി ഗൈഡ് ലൈൻസ് ക്യാപിറ്റൽ റിസർവ് കനോട്ട് ബി യൂസ് ഫോർ എനി ടൈപ്പ് ഓഫ് ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമ്മളോട് ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, സിമിലർലി സീക്രട്ട് റിസർവ് അറൈസിംഗ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് or liabilities cannot be used for bonus issue. അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് അതിൽ നിന്ന് വരുന്ന സീക്രട്ട് റിസർവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ സെക്യൂരിറ്റി പ്രീമിയം ആൻഡ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, നമ്മളോട് രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് can be used only for issuing fully paid bonus shares. fully paid bonus shares issue ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Other items can be used either for issuing fully paid bonus shares or for making partly paid shares as fully paid shares. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കാൻ വേണ്ടിയും യൂസ് ചെയ്യാം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ, സെക്യൂരിറ്റി പ്രീമിയം ക്യാപിറ്റൽ റിഡംഷൻ റിസർവും ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമുക്ക് സെബിയുടെ ഗൈഡ് ലൈൻസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗൈഡ് ലൈൻ പറയുന്നത്, ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി മസ്റ്റ് കണ്ടെയ്ൻ എ പ്രൊവിഷൻ ഫോർ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായിരിക്കണം. ഇഫ് ദർ ഈസ് നോ സച്ച് പ്രൊവിഷൻ ഇൻ ദ ആർട്ടിക്കിൾ, ദ കമ്പനി മസ്റ്റ് പാസ് എ റെസൊല്യൂഷൻ. അങ്ങനെ ഒരു ആർട്ടിക്കിൾസിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാം ജനറൽ ബോഡി മീറ്റിംഗിൽ ടു മേക്ക് ദ പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ്. അപ്പം ക്യാപിറ്റലൈസേഷനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ക്ലോസ് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് ബിൽഡ് ഔട്ട് ഓഫ് ജെന്യുവൻ റിസർവ് പ്രോഫിറ്റ്, ജെന്യുവൻ റവന്യൂ പ്രോഫിറ്റ്. ഇപ്പോൾ റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് വരുന്ന ജെന്യുവൻ ആയിട്ടുള്ള റിസർവ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓർ സെക്യൂരിറ്റി പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ് ഓൺലി. സെക്യൂരിറ്റി പ്രീമിയം യൂസ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സെക്യൂരിറ്റി പ്രീമിയം ക്യാഷിൽ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ്, റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് കനോട്ട് ബി ക്യാപിറ്റലൈസ്ഡ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. അതുപോലെ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസെറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടെ വന്നിരിക്കുന്ന റിസർവ്സ് നമുക്ക് ബോണസ് ഇഷ്യൂ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. Next, partly paid shares, if any, will not be eligible for bonus shares. Such partly paid shares, if any, must be made fully paid up before bonus issue is made. അപ്പോൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ അവിടെ ഏതെങ്കിലും പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് ആക്കി കൺവേർട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നത്, ദ company which has announced its proposal to issue bonus shares cannot have the option to change its decision. ഒരു തവണ ബോണസ് ഇഷ്യൂ ചെയ്യാന്ന് കമ്പനി പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആ ബോണസ് ഇഷ്യൂ ചെയ്യാന്നുള്ള ആ പ്രപ്പോസൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ബോണസ് ഇഷ്യൂ ഷാൾ നോട്ട് ബി മെയ്ഡ് ഇൻ ലിeu ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം ആയിരിക്കരുത് നമ്മൾ ബോണസ് ഇഷ്യൂ നടത്തുന്നത്. നെക്സ്റ്റ്, ദ കമ്പനി ഷാൾ പാസ് എ റെസൊല്യൂഷൻ അറ്റ് ഇറ്റ്സ് ജനറൽ ബോഡി മീറ്റിംഗ് for the issue of bonus shares indicating the rate of dividend to be declared in the year immediately after the bonus issue. അപ്പം ആ ബോണസ് ഇഷ്യൂടെ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതും നടന്നിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, നോ ബോണസ് ഇഷ്യൂ ഷാൾ ബി മെയ്ഡ് വിച്ച് വിൽ ഡൈല്യൂട്ട് ദ വാല്യൂ ഓഫ് റൈറ്റ്സ് ഓഫ് ഹോൾഡേഴ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഇപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് ബോണസ് ഇഷ്യൂ നടത്തേണ്ടത്. എന്ന് വെച്ചാൽ അത്രയും പ്രപ്പോർഷനേറ്റ്ലി നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പാടില്ല ഒരുപാട്. നെക്സ്റ്റ്, the residual reserves after the proposed capitalization should be at least 40% of the increased paid up capital. അപ്പം നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരിക്കുന്ന റിസർവ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്രീസ് ചെയ്ത പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ 40% ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാ റിസർവ്സും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്യാപിറ്റലിൽ 40%, ഇൻക്രീസ്ഡ് ക്യാപിറ്റലിൽ 40% നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ദ പ്രപ്പോസൽ ഫോർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ മസ്റ്റ് ബി implemented within a period of 6 months from the date of approval. അപ്പം അതിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ 6 months കൊണ്ട് ആ ബോണസ് ഇഷ്യൂ നടത്തിയിരിക്കണം. അപ്പം ഇത്രയാണ് നമ്മുടെ സെബിയുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് ബോണസ് ഇഷ്യൂടെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ബോണസ് ഇഷ്യൂ അലൗസ് ദ കമ്പനി ടു കൺസേർവ് ക്യാഷ് ഫോർ റീ ഇൻവെസ്റ്റിംഗ് ബാക്ക് ഇൻ ടു ബിസിനസ്. അപ്പോൾ നമ്മൾ ക്യാഷ് കൺസേർവ് ചെയ്തിട്ട് അത് നമുക്ക് ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷെയർസിൻ്റെ വാല്യൂ നമ്മൾ ബാക്ക് ടു ബിസിനസ്സിലേക്ക് ക്യാപിറ്റലൈസ് ചെയ്യുകയാണ്, മീൻസ് റിസർവ്സിൻ്റെ വാല്യൂ നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇറ്റ് ഇൻക്രീസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ കമ്പനി. ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്സൈഡർ നമ്മുടെ കമ്പനിയെ നോക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് തന്നു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോയെന്ന്, അതാണ് ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ബോണസ് ഇഷ്യൂ ഒക്കെ ചെയ്യാൻ മാത്രമുള്ള പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടെന്നാണ് അല്ലേ. നെക്സ്റ്റ് ദ ഇൻക്രീസ് ഇൻ ദ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ദ പെർസെപ്ഷൻ ഓഫ് കമ്പനി സൈസ്. ഇപ്പോൾ ഒരുപാട് ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഇൻക്രീസ് ചെയ്യും അല്ലെ, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ. അപ്പം നമ്മുടെ കമ്പനിയുടെ സൈസ് നോക്കുമ്പം ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ വരും, എന്ന് വെച്ചാൽ ഇത്രയും ക്യാപിറ്റലുള്ള ഒരു കമ്പനിയാണെന്നുള്ള ഒരു പെർസെപ്ഷൻ വരും. നെക്സ്റ്റ് ദ ഡിവിഡൻഡ് റേറ്റ് ക്യാൻ ബി കെപ്റ്റ് ലോ കമ്പയർഡ് ടു ദ പ്രോഫിറ്റ് ഏൺഡ്. ഇപ്പോൾ പ്രോഫിറ്റ് ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിവിഡൻഡ് റേറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ലോ ആയിട്ട് വെക്കാം. ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്ന റേറ്റ് നമുക്ക് ലോ ആയിട്ട് വെക്കാൻ പറ്റും. നെക്സ്റ്റ് ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ആൻഡ് എൻഹാൻസസ് ദ ലിക്വിഡിറ്റി ഓഫ് ദ സ്റ്റോക്ക്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റി ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് sometimes the company may not be in a position to pay any cash, so bonus issue is the only means to satisfy the shareholders' desire for dividend. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിവിഡൻഡിന് പകരമായിട്ട് നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരുപാട് ഡിവിഡൻഡ് കൊടുക്കാനുള്ള ക്യാഷ് കയ്യിലില്ലെങ്കിൽ ഡിവിഡൻഡ് അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ബോണസ് ഇഷ്യൂ കൊടുക്കാൻ പറ്റും. ഇനി ഒരു ഇൻവെസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ന് വെച്ചാൽ ഒരു ഷെയർ ഹോൾഡറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഇൻവെസ്റ്റർ ഡസ് നോട്ട് നീഡ് ടു പേ എനി ടാക്സ് അപ്പോൺ റിസീവിങ് ബോണസ് ഷെയർ. അപ്പം നമ്മൾ ബോണസ് ഷെയർ റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മേലെ ടാക്സബിൾ അല്ല. നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ക്യാൻ റിസീവ് ഡിവിഡൻഡ് ഓൺ ദ ഇൻക്രീസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഇൻ ഫ്യൂച്ചർ. ഇപ്പം എൻ്റെ കയ്യിൽ 10 ഷെയറാണ് ഉള്ളത്, എനിക്കൊരു 5 ബോണസ് ഷെയറും കിട്ടിക്കഴിഞ്ഞാൽ നാളെ എനിക്ക് എന്ത് ചെയ്യാം, ആ 15 ഷെയറിൻ്റെ മേലെയും ഡിവിഡൻഡ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടും. നെക്സ്റ്റ് ഇറ്റ് ഇൻക്രീസസ് ദ ലിക്വിഡിറ്റി ഓഫ് ഷെയർസ്. നമ്മൾ പറഞ്ഞു ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിക്രീസ് ആവും, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ലിക്വിഡിറ്റി. ഇപ്പം എൻ്റെ കയ്യിൽ ഷെയർ ഉണ്ട്, ഷെയറിൻ്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസ് 10,000 ആയി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് പ്രൈസ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടാവും. നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർ വിത്തൗട്ട് പേയിങ് എനിത്തിങ്. അഡീഷണൽ ആയിട്ട് നമ്മൾ ഒന്നും കൊടുക്കാതെ നമുക്ക് ഷെയർസ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇറ്റ് ഇൻക്രീസസ് ദ ഇൻവെസ്റ്റേഴ്സ് ബിലീഫ് ഇൻ ഓപ്പറേഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ നമുക്ക് ബോണസ് ഷെയർ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അവിടെ നല്ല രീതിയിലാണ് ബിസിനസ് നടക്കുന്നത് എന്നുള്ള ഒരു ബിലീഫ് ഉണ്ടാവും. നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ദ സ്റ്റോക്ക് ഡിവിഡൻഡ് ഡസ് നോട്ട് ഗിവ് any extra wealth to the shareholder because share price drops after bonus issue. ഇപ്പോൾ ബോണസ് ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ ഷെയറിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കുറയും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം 10,000-ൻ്റെ 5 ഷെയർ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ പറഞ്ഞാൽ 50,000-ൻ്റെ ഷെയർ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് 5 ഷെയറും കൂടി കിട്ടി, 10 ഷെയർ ആയി കഴിഞ്ഞു. പക്ഷേ ഷെയറിൻ്റെ വാല്യൂ 5,000 ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എനിക്ക് ഇപ്പോഴും കിട്ടുന്നത് 50,000-ൻ്റെ വാല്യൂ ഉള്ള ഷെയർസ് തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. Next, issue of bonus share may result into reduction in the rate of dividend as it is only the capital that increases and not the profits of the company. ഇപ്പോൾ ഡിവിഡൻറ്റിൻ്റെ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. വെച്ചാൽ അവിടെ പ്രോഫിറ്റ് ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ലല്ലോ, ക്യാപിറ്റൽ മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അവിടെയുള്ള ബാക്കിയുള്ള പ്രോഫിറ്റ് അക്യുമുലേറ്റ് പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുക ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കമ്പനിക്ക് അവിടെ ക്യാഷ് ആയിട്ടൊന്നും കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ ക്യാഷ് ആയിട്ട് കിട്ടിയാൽ മാത്രമേ അതിനെ റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ഒന്നും വരുന്നില്ല, അതിനനുസരിച്ച് നമ്മൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നില്ല, അപ്പം അതിനനുസരിച്ച് ഡിവിഡൻറ്റും ഇൻക്രീസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ബൈ എ കമ്പനി മേ ലീഡ് ടു സ്പെക്കുലേറ്റീവ് ഡീലിംഗ്സ് ഇൻ ഇറ്റ്സ് ഷെയർസ് ഇൻ ദ മാർക്കറ്റ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് വല്ലാണ്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും ഈ ബോണസ് ഇഷ്യൂ നടക്കുന്ന സമയത്ത്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ഡീലിംഗ്സ് ഒക്കെ ഒരുപാട് നടക്കാം. നെക്സ്റ്റ് ഇറ്റ് റെഡ്യൂസസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് റിസർവ് വിച്ച് മേക്സ് ദ കമ്പനി വീക്കർ. ഇപ്പോൾ കമ്പനിയുടെ റിസർവ്സ് ഒക്കെ കുറഞ്ഞു പോവുകയാണെങ്കിൽ അതിന് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടി വെച്ച
വേണ്ടി പോലും നമുക്ക് റിസർവ്സ് വെക്കാം അല്ലെ. ആ റിസർവ്സ് യൂസ് ചെയ്ത് ഫ്യൂച്ചർ എക്സ്പാൻഷനൊക്കെ നടത്താം. അപ്പോൾ റിസർവ്സ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അങ്ങനെയുള്ള പൊസിഷൻസ് ഇല്ലാതാവും. നെക്സ്റ്റ് ഇറ്റ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ് ഓഫ് ദ കമ്പനി and this will decrease the future EPS earning per share and cash dividend yield. This can have a negative impact on the market value of the share. ഇപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഏർണിംഗ് പെർ ഷെയർ കുറയുമെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കമ്പാരിറ്റീവ്ലി കൂടുന്നില്ല, പക്ഷെ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഓരോ പേഴ്സണിന് കിട്ടുന്ന ഏർണിംഗ് പെർ ഷെയറിന്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിന്റെ മാർക്കറ്റ് വാല്യൂവിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാം. Next, the company does not receive any cash upon issuing bonus share, so the company's ability to raise money by follow-on offering is reduced. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ ക്യാഷ് ഒന്നും റിസീവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, കമ്പനിക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മണി ഏർണിംഗ് കപ്പാസിറ്റിയാണ് കമ്പനിയുടെ കുറയുന്നത്. നെക്സ്റ്റ് സോഴ്സസ് ഫോർ ഇഷ്യൂയിങ് ബോണസ് ഷെയർ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതിൽ നിന്നൊക്കെ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്യാഷ് ആണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സർപ്ലസ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ്, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ആണല്ലോ കമ്പനിക്ക് ഇപ്പം പ്രിപ്പയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അല്ല. അപ്പോൾ അതിന്റെ ബാലൻസ് എന്ന് വെച്ചാൽ അതിലുള്ള പോസിറ്റീവ് ബാലൻസ്. നെക്സ്റ്റ് ജനറൽ റിസർവ് റിസർവ് ഫണ്ട്, ജനറൽ റിസർവ് അല്ലെങ്കിൽ റിസർവ് ഫണ്ട്. ഡെവലപ്മെന്റ് റിബേറ്റ് റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് അലവൻസ് റിസർവ്. നെക്സ്റ്റ് വരുന്ന ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഓർ സിങ്കിങ് ഫണ്ട്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് കളക്റ്റഡ് ഇൻ ക്യാഷ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് എടുക്കാം, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസെറ്റ്സ് എടുക്കാൻ പറ്റില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോമൺലി ബോണസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ബോണസ് ഇഷ്യൂ എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ ഏതൊക്കെ സോഴ്സസിൽ നിന്ന് നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാം, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അതിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്താണ്, അതുപോലെ തന്നെ സെബിയുടെ ഗൈഡ് ലൈൻസിൽ എന്തൊക്കെയാണ് നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യണം. അപ്പോൾ ജേർണൽ എൻട്രീസ് പഠിക്കണം, പിന്നെ അതിൻ്റെ പ്രോബ്ലംസും കൂടി പഠിക്കാം. അപ്പോൾ ഈ തിയറിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഈ മെയിനായിട്ട് നോക്കേണ്ടത് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി സോഴ്സസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് നോക്കണം. അത് വെച്ച് മാത്രമേ നമുക്ക് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ വേറെയും ഐറ്റംസ് ചിലപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പം ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് വരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസ് കൂടെ പഠിക്കാം. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.